നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ ദിവസേന സ്ത്രീകളെ കാണുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അവഗണിക്കുന്ന ഒരു കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ആരോഗ്യമാണ്. എന്നാൽ നിങ്ങൾ ചോദിക്കും, അസുഖം വരുന്നതുകൊണ്ടല്ലേ ഞങ്ങൾ ആശുപത്രിയിൽ വരുന്നതെന്ന്. അവർ പലപ്പോഴും വരുന്നത് വെള്ളപ്പോക്കിന്, വയറുവേദന അല്ലെങ്കിൽ രക്തസ്രാവം കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ അവരതിൻ്റെ പുറകിൽ അവഗണിക്കുന്ന ഒരു കാര്യം അവരുടെ ശരീരത്തിൻ്റെ ഭാരമാണ്. നമ്മൾ ഈ ഭാരത്തിനെ പറ്റി ഇത്രയധികം വെയിറ്റ് കൂടുതലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, മാഡം ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് വണ്ണമൊന്നും ഇല്ലായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ വണ്ണം വെച്ചത്, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടാണ് വണ്ണം വെച്ചതെന്ന്. ഇത് വളരെ സത്യമാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഗർഭിണിയായി കഴിയുമ്പോൾ തുടങ്ങും വീട്ടിലും നാട്ടിലും ഉള്ളവരെല്ലാവരും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് ആഹാരങ്ങൾ കൊണ്ടു കൊടുക്കാൻ തുടങ്ങും. അതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 5-ാം മാസം 7-ാം മാസം വയറ് കാണാൻ വരുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാം എണ്ണയിൽ പൊരിച്ചതും വറുത്തതുമാണ്. അപ്പം നമുക്ക് ഭക്ഷണത്തിനെ പറ്റി തീർച്ചയായിട്ടും ഒരു അവബോധം ഇല്ല തന്നെ. ഗർഭിണിയായിരിക്കുമ്പോൾ 2 ജീവന് വേണ്ട, 2 ആൾക്ക് വേണ്ട ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല കാര്യം. ഒരു ഗർഭസമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് വേണം, അതുമാത്രമേ കഴിക്കാവുള്ളൂ. എണ്ണയിൽ കലർന്നതും ധാരാളം ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കും. പ്രസവം കഴിഞ്ഞാലോ, എല്ലാ സ്ത്രീകൾക്കും പ്രസവം കഴിയുക എന്ന് പറയുന്നത് ദുർമേധസ്, വെയിറ്റ് വയ്ക്കാനും ദുർമേധസ് ഉണ്ടാക്കാനുമുള്ളൊരു ലൈസൻസായിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത്. 20-22 വയസ്സിൽ വണ്ണം കൂടി എല്ലാവരും പറയും നിൻ്റെ വണ്ണം കൂടുതലാണ്, കുറയ്ക്കണം, കല്യാണം കഴിക്കാൻ പോണ കുട്ടിയാണെന്നൊക്കെ പറയും. പക്ഷേ പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു പ്രസവം കഴിഞ്ഞിട്ട് വന്ന വണ്ണമാണ്. പ്രസവം കഴിഞ്ഞിട്ടും ഇത് തന്നെയാണ്. കുഞ്ഞിന് പാല് കൊടുക്കണമെങ്കിൽ ധാരാളം ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കൂമ്പാരം കൂട്ടി ചോറ് തീറ്റിക്കുന്ന അമ്മമാരെ എനിക്ക് നല്ലപോലെ അറിയാം. പ്രസവം കഴിഞ്ഞാലും ഇത്രയധികം ചോറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ചോറിൻ്റെ അളവും ദോശയുടെ അളവും ഇഡ്ഡലിയുടെ അളവും ഒക്കെ സാധാരണയാക്കി വെച്ചിട്ട് പ്രോട്ടീൻ ഗർഭസമയത്തും അതെ പ്രസവം കഴിഞ്ഞും അതെ പ്രോട്ടീനാണ് കൂടുതൽ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ പ്രസവം കഴിഞ്ഞിട്ടുള്ളവർക്ക് നോൺ വെജിറ്റേറിയൻ ആഹാരം കഴിക്കുന്നവർക്കാണെങ്കിൽ മുട്ട, മീൻ മുതലായവ, മുട്ടയുടെ വെള്ളയാണെങ്കിൽ കുറച്ചും കൂടെ ഉചിതം. 2-3 മുട്ടയുടെ വെള്ള കഴിക്കാം. മീൻ ഒരു 4-5 കഷ്ണം, വറുത്തതല്ല കറി വെച്ചത് കഴിക്കാം. പയറുവർഗ്ഗങ്ങൾ കഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കാം. ഈ പച്ചക്കറി നമ്മൾ സാലഡായിട്ട് കഴിക്കുന്നതും പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതും മലയാളിയുടെ ജീവിത രീതിയിൽ പെടുന്നേയില്ല. അപ്പോൾ അതൊക്കെ സ്ത്രീകൾ കൂട്ടണം. ഇച്ചിരി വണ്ണം കൂടിയാൽ എന്താ പ്രശ്നം? തീർച്ചയായിട്ടും നമുക്ക് കാണുന്നതിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ വണ്ണം കൂടുതലാണെങ്കിൽ അതൊരു സൗന്ദര്യ പ്രശ്നമാണ് ആദ്യത്തെ ലെവലിൽ. അതല്ലാതെയോ തീർച്ചയായിട്ടും നമ്മൾ ആണുങ്ങൾ വണ്ണം വയ്ക്കുമ്പോൾ, കുടവയറ് വയ്ക്കുമ്പോൾ നമുക്ക് പറയും നിങ്ങൾക്ക് ഡയബറ്റിസ് വരും, കൊളസ്ട്രോൾ വരും, ഹാർട്ട് അറ്റാക്ക് വരും. സ്ത്രീകൾക്കും ഇതേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ സ്ത്രീകൾ ക്യാൻസറിനുള്ള സാധ്യത കൂടുന്നു. ഒരു വണ്ണം കൂടിക്കഴിഞ്ഞാൽ മാറിടത്തിലെ ക്യാൻസറിൻ്റെ എണ്ണം കൂടുന്നു, ഗർഭാശയത്തിലെ ക്യാൻസറിൻ്റെ എണ്ണം കൂടുന്നു. 5-10 മടങ്ങ് കൂടുതലാണ് ദുർമേധസ്സുള്ള സ്ത്രീകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന സ്ത്രീകളൊക്കെ അവനവൻ്റെ വണ്ണത്തെപ്പറ്റി ഒന്ന് ബോധവതികളാകുക. ആഹാരം നമ്മൾ പറയും ഇറ്റ് ഈസ് ദ വേ യു ഈറ്റ് ദ വേ യു ലുക്ക് എന്ന്. നമ്മൾ എങ്ങനെ ഇരിക്കുന്നോ അത് നമ്മുടെ ഭക്ഷണത്തെ പുറത്തിരിക്കുന്നു. പിന്നെ വ്യായാമം, ഒരു 40 മിനിറ്റ് എങ്കിലും നടക്കണം. അത് സ്ത്രീകൾ ചെയ്താൽ നിങ്ങളൊരു കുടുംബം നോക്കേണ്ടവരാണ്. നിങ്ങളുടെ ആരോഗ്യം നന്നായിരുന്നാലേ കുടുംബം നന്നാവുകയുള്ളൂ. അപ്പോൾ ഈ വണ്ണത്തെപ്പറ്റി നിങ്ങൾക്കൊരു ബോധമുണ്ടാക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കുറച്ച് പേരെങ്കിലും അത് ശ്രദ്ധിച്ചാൽ എൻ്റെ പ്രയത്നം സഫലമായി എന്ന് ഞാൻ വിചാരിക്കും. നന്ദി, നമസ്കാരം.